വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കാം. IGNOU കോഴ്സുകൾക്കായുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 UG പ്രോഗ്രാമുകൾ, 2 PG പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഹായ് ഹലോ IGNOU ഹെൽപ്പ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ ഇന്ന് ഞാനൊരു ഒരു ഹാപ്പി അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ഇറ്റ്, നിങ്ങൾ ഈ ചാനലിൽ പുതുതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ന്യൂസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഡിഗ്രി എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? എനിക്ക് ഡിഗ്രി ഇല്ലാത്തതിൻ്റെ പേരിൽ ആ ജോലി നഷ്ടപ്പെട്ടു. എനിക്ക് ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രൊമോഷൻ ഉണ്ടായേനെ, എൻ്റെ ജോബിൽ എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയേനെ. അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് എനിക്ക് ഡിഗ്രി എടുക്കാനായിട്ട് സാധിച്ചില്ല, ഇനിയിപ്പം എന്ത് ചെയ്യും, ഇനി അങ്ങനെ ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ പറ്റില്ല, അതങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അവരുടെ ഡ്രീംസ് വേണ്ടാന്ന് അല്ലെങ്കിൽ ഉപേക്ഷിക്കാറുണ്ട്. സോ അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു പ്രതീക്ഷ തരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, IGNOU എന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, സോ ഇവിടെ നിന്നും നിങ്ങൾക്ക് റെഗുലർ PG അല്ലെങ്കിൽ ഡിഗ്രി നേടാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് സമാധാനമായിട്ട് ഡിഗ്രി നേടാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ IGNOയെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാണ്. അപ്പം വീട്ടിൽ നിന്നും റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിച്ച് ഡിഗ്രി നേടുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ IGNOU എന്നത്. സോ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ PG എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിഗ്രി 3 വർഷമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് കറക്റ്റ് 3 വർഷത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്കുള്ള ഒരു പ്രത്യേകതയും കൂടിയാണ് 6 വർഷം കൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഈ ഒരു ഡിഗ്രി നേടാവുന്നതാണ്. അതിപ്പോൾ 6 വർഷം കൊണ്ട് തന്നെ നേടണം എന്നൊന്നുമില്ല. നിങ്ങൾ 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും പല പ്രശ്നങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ 6 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ PG ആണെന്നുണ്ടെങ്കിൽ 2 എന്നുള്ളത് 4 വർഷത്തിനുള്ളിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ഒരു അവസരമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയ IGNOU നിങ്ങൾക്ക് നൽകുന്നത്. സോ ഇവിടെ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടുക എന്നത് നിങ്ങൾക്ക് ബുക്സ് എല്ലാം തന്നെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ അയച്ച് നിങ്ങൾ എങ്ങനെയാണോ നോർമൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമുകൾ ഫില്ല് ചെയ്ത് അയക്കുന്നത് അതുപോലെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അയക്കുക. അതിനുശേഷം ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇതിൻ്റെ ബുക്സ് ഒക്കെ തന്നെ വീട്ടിലെത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടിരുന്ന് പഠിക്കാവുന്നതാണ്. സോ ബുക്സ് എല്ലാം എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനുള്ള ഒരു ടച്ച് വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സസ് ഒന്നും കൂടാതെ തന്നെ ഇരുന്ന് ബുക്സ് റെഫർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇത് ഓൾറെഡി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവർക്കായിട്ടുള്ളതാണ്. Learnwise ആണ് ആ ഒരു പ്ലാറ്റ്ഫോം. അതായത് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രിയോ PGയോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിക്കാവുന്നതാണ്. സോ അങ്ങനെയുള്ളൊരവസരം, അതായത് 13 ഡിഗ്രി പ്രോഗ്രാമുകളും 2 PG പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് Learnwise എന്നത്. അപ്പോൾ Learnwiseലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഈ Learnwise എന്നുള്ള പല ഡൗട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവും. സോ Learnwise എന്ന് നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ഒക്കെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ലോഗോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ബ്ലൂ കളറിലെ ആ ലോഗോ ആണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ആപ്പിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, എങ്ങനെയൊക്കെയാണ് അവർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ തന്നെ Learnwise എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ഡിഗ്രിയോ PGയോ നേടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കുള്ള ഒരു അടിപൊളി പ്ലാറ്റ്ഫോം തന്നെയാണ് Learnwise. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും.
ഇനി ബാക്ക് ടു അവർ ബിഗ് അപ്ഡേറ്റ്. അപ്പം ആ ബിഗ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് അറിയാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ പലരും കമൻസിലൂടെയും മെസ്സേജസിലൂടെയും കോൾസിലൂടെയും ഒക്കെ നമ്മളോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒത്തിരി പേരുടെ കമൻസ് റീസെൻ്റ്ലി ഒത്തിരി പേരുടെ കമൻസ് ഞാൻ കണ്ടിരുന്നു. അതായത് ഇഗ്നോയിൽ നിന്നും ഡിഗ്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്ത് ഉറപ്പാണുള്ളത്, അത് വാലിഡ് ആണോ, UGC അപ്രൂവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കാര്യം UGC അപ്രൂവ് ചെയ്ത യൂണിവേഴ്സിറ്റി ഒക്കെയാണ്, എന്നാലും പലർക്കും ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുത്തത് കൊണ്ട് ജോബ് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ PSCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പലരും ഒരുപാട് ഡൗട്ട്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇവിടുന്ന് എടുക്കുന്ന ഡിഗ്രി വാലിഡ് തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ആ ഒരു ടെൻഷൻ, അതായത് അങ്ങനെയുള്ളവർക്കുള്ള ടെൻഷൻ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് UGC ഒരു പുതിയ അപ്ഡേഷൻ ഇറക്കിയിരിക്കുകയാണ്. സോ ആ അപ്ഡേഷൻ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി ഇഗ്നോയിൽ നിന്നും ഡിഗ്രി എടുക്കാവുന്നതാണ്. UGC കംപ്ലീറ്റ് അപ്രൂവലാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം റെഗുലർ ഡിഗ്രി എങ്ങനെയാണോ നേടും, അല്ലെങ്കിൽ റെഗുലർ ഡിഗ്രി എടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എത്രമാത്രമാണോ ആ സെയിം വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്നും നിങ്ങൾ ഡിഗ്രി എടുത്താൽ ഉണ്ടാവുന്നത്. സോ ഇത്രയും വലിയൊരു അപ്ഡേഷനാണ് UGC പുറത്തു വിട്ടിരിക്കുന്നത്. സോ ഇതൊരു വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നോ വീണ്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം അയക്കാനുള്ള ഡേറ്റ്സും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒരുപാട് പേർക്ക് പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു ന്യൂസാണിത്. സോ ഡിഗ്രി എന്ന സ്വപ്നം ഇനി നിങ്ങൾ വാലിഡ് ആവുമോ, അല്ലെങ്കിൽ ഇനി എനിക്ക് ജോബിൽ പ്രൊമോഷൻ കിട്ടാതിരിക്കുമോ എന്നുള്ള ഡൗട്ടുള്ളവർക്കും കൂടെ ഉള്ളൊരു വലിയൊരു ആശ്വാസമാണ് UGC ഇങ്ങനെ ഒരു അപ്രൂവൽ നൽകിയിരിക്കുന്നത്. സോ നിങ്ങൾ UGCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നോട്ടീസസ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടാബ് ഉണ്ടാവും. അതിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് എന്താണ്, UGC public notice regarding equivalence of degree obtained through ODL and online mode with degree obtained through conventional mode. ഓക്കെ, നിങ്ങൾ കൺവെൻഷണൽ മോഡിലൂടെ അല്ലെങ്കിൽ റെഗുലർ ഡിഗ്രി എടുക്കുമ്പോൾ സെയിം അതേ ഇക്വലൻസ് ആയിരിക്കും എന്തിനുണ്ടാവുക, നിങ്ങൾ ഇഗ്നോയിൽ നിന്നും ODL മോഡ് വഴിയോ ഓൺലൈൻ മോഡ് വഴിയോ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ. സോ നമുക്ക് ആ നോട്ടിഫിക്കേഷന് ഒന്നുകൂടെ വിശദമായിട്ട് നോക്കാം. സോ ഇതിൽ കൂടുതൽ ഇനി എന്ത് അപ്രൂവലാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് അല്ലേ? സോ ഇതിൽ എഴുതിയിരിക്കുന്നത് ദ റെഗുലേഷൻ 22 of the UGC Open and Distance Learning Program and Online Programs Regulations 2020 stipulates as under equivalence of qualification required through conventional or open and distance learning are online modes. Okay, സോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇഗ്നോയിൽ ഡിഗ്രി എടുക്കുന്നത് 2 മോഡ് വഴിയാണ്. ഒന്ന് ഓൺലൈൻ മോഡും ഒന്ന് ഓഫ്ലൈൻ മോഡ് വഴിയും. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ബുക്സ് അയച്ചു തരും, നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച് എഴുതാവുന്നതാണ്. അതല്ലെങ്കിൽ ഓൺലൈൻ മോഡിലൂടെ നടക്കുന്നുണ്ട്. ഓൺലൈൻ മോഡിൽ അധികം കോഴ്സുകൾ ഇപ്പം നിലവിൽ വന്നിട്ടില്ല. ഓഫ്ലൈൻ ആയിട്ടുള്ളതാണ് കൂടുതൽ, ODL മോഡിലുള്ളതാണ് കൂടുതൽ കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഇഗ്നോ എടുക്കും എന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് കൺവെൻഷണൽ മോഡിലൂടെ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നിങ്ങൾ ഡിഗ്രി എടുക്കുമ്പോൾ ഉള്ള വാല്യൂ എത്രമാത്രമാണോ ആ സെയിം വാല്യൂ തന്നെയായിരിക്കും ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കുമ്പോൾ കിട്ടുന്നത്. Degrees at undergraduate and postgraduate is conformity with UGC notification on specification of degrees 2014 and postgraduate diplomas awarded through open and distance learning mode or online mode by higher educational institutions recognized by commission under these regulations shall be treated as equivalent to the corresponding awards of the degrees at undergraduate and postgraduate level and postgraduate diplomas offered through conventional mode. Okay, so ഇത് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അതായത് കൺവെൻഷണൽ മോഡിലൂടെ നിങ്ങൾ, അല്ലെങ്കിൽ കൺവെൻഷണൽ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റെഗുലർ ഡിഗ്രിയാണ്. റെഗുലർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു റെഗുലർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു.
ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജോബ് വേക്കൻ്റ് ആയിട്ടുള്ളിടത്ത് ഇപ്പോൾ ആളുകൾ ഇൻ്റർവ്യൂസ് കൂടാൻ പോകുമ്പോഴൊക്കെ തന്നെ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തവർക്ക് വലിയ വാല്യൂ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്തിട്ട് റെഗുലറായിട്ട് PG ചെയ്യാൻ പോകുന്നവർക്ക് വാല്യൂ ഉണ്ടാവാറില്ല. അങ്ങനെ ഒത്തിരി പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഈവൻ പേഴ്സണലി പോലും എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മളോട് വിഷമങ്ങൾ പറയാറുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ളവർക്ക് ഇനി വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് UGC കംപ്ലീറ്റ് ഒരു അപ്രൂവൽ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ഇൻ്റർവ്യൂസ് കൂടാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കുന്ന എവിടെയെങ്കിലും റെഗുലറായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്തോ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ നേരിടുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോട്ടീസ് അവർക്ക് എടുത്ത് കാണിച്ചാൽ മതി. അപ്രൂവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തരാനുള്ള അധികാരവും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ ആ ഡിഗ്രി എന്ന സ്വപ്നം നിങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ള ഒരു കംപ്ലീറ്റ് അപ്രൂവൽ ആര് തരുന്നുണ്ട്? നിങ്ങൾക്ക് UGC തരുന്നുണ്ട്. സോ ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ മോഡിലൂടെ നിങ്ങൾക്ക് IGNOയിൽ നിന്നും നിങ്ങൾക്ക് ഡിഗ്രീസ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ PG ചെയ്യാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡേറ്റ്സും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് ഇനി നിങ്ങൾക്ക് 22nd വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റൻഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഒരു പക്ഷേ ആളുകളുടെ എണ്ണം അനുസരിച്ച്, അതായത് ഒത്തിരി പേര് ഇനിയും അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഒരു പക്ഷേ ഡേറ്റുകൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. സോ ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം അവെയിൽ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് UGC നൽകിയിട്ടുള്ളത്. സോ നിങ്ങളുടെ മനസ്സിലെ ആ പേടിയൊക്കെ ഇപ്പം പോയിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും. ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും ഇനി ഒന്നും നോക്കണ്ട. നിങ്ങളുടെ ഈ ഒരു പ്രശ്നം കൊണ്ട് പിന്നിലേക്ക് വലിഞ്ഞു നിന്നിരുന്ന ആളുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ IGNOയിലേക്ക് ആപ്ലിക്കേഷൻ ഫോമുകൾ അയച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ ഏതാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്കൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട്, എന്താണ് പ്രോഗ്രാം ഗൈഡ്, എന്താണ് കോമൺ പ്രോസ്പെക്ടസിലൂടെ എങ്ങനെ പ്രോഗ്രാം ഗൈഡുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം, നമുക്ക് എങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് നമ്മളുടെ കോഴ്സുകൾ, നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഏത് കോഴ്സ് എടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലിരിക്കുന്നവർക്ക് പ്രോഗ്രാം ഗൈഡ് ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റുകളൊക്കെ തന്നെ എടുത്ത് നോക്കുക. ഓക്കെ, ആ പ്ലേലിസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ കാര്യങ്ങളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്ലേലിസ്റ്റുകൾ എടുത്ത് നിങ്ങളത് മാക്സിമം എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പ്രോഗ്രാം കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, IGNOയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ള ഡൗട്ട് ഉള്ളവർക്കും അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആപ്ലിക്കേഷൻ അയക്കാനുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി കണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി IGNOയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യണം, പക്ഷേ അതെങ്ങനെ അത് പഠിക്കാം, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ അസൈൻമെൻറ്റ്സ് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Learnwise. അപ്പോൾ നിങ്ങൾക്ക് Learnwiseൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആദ്യവും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. സോ ഇതുമായി റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. സോ ആ യഥാർത്ഥ സ്വപ്നത്തെ നിങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അപ്രൂവൽ നിങ്ങൾക്ക് UGCന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം അവെയിൽ ചെയ്യുക. സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.